എൻ്റെ പേര് ജോയി PM. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നടത്തറ പഞ്ചായത്ത് ചേരുകുഴി ദേശത്ത് ഉള്ള ഒരു കർഷകനാണ്. ഞാൻ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷി ആണ് കൂടുതൽ ചെയ്യുന്നത്. എങ്കിലും എനിക്ക് തെങ്ങ്, റബ്ബർ, കുരുമുളക്, കവുങ്ങ്, ജാതി എന്നിവ ഏകദേശം 2 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ 4 ഏക്കറോളം സ്ഥലത്ത് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നു. പച്ചക്കറി വിവിധ വിളകൾ ഞാൻ ചെയ്യുന്നുണ്ട്. പാവൽ, പടവലം, പീച്ചിൽ, പയർ, കുമ്പളം, മത്തൻ, കുക്കുംബർ, ബട്ടർനട്ട് മുതലായ കൃഷികളും പഴവർഗ്ഗങ്ങൾ, പാഷൻ ഫ്രൂട്ട്, റെഡ് ലേഡി, പപ്പായ മുതലായവയും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 10 വർഷത്തോളമായി കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകർക്ക് ഉൽപ്പാദനത്തിൽ ഭയങ്കര നഷ്ടം സംഭവിക്കുകയും കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ പിൻവലിയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എന്നാൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാല കാലാവസ്ഥ വിഭാഗത്തിൻ്റെ കീഴിൽ കർഷകർക്ക് ഒരു കാലാവസ്ഥ നിർദ്ദേശ ബുള്ളറ്റിൻ പ്രതിവാരം നൽകുന്നുണ്ട്. എനിക്കും ഈ ബുള്ളറ്റിൻ എല്ലാ ആഴ്ചയിലും ലഭിക്കുന്നുണ്ട്. അതുപ്രകാരം നമ്മൾക്ക് ചെടികളിൽ ഉണ്ടാകുന്ന രോഗകീടബാധകളെക്കുറിച്ചും കാലാവസ്ഥ മാറ്റങ്ങളെക്കുറിച്ചും കൃത്യമായി കർഷകർക്ക് നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ ചെടികളിൽ, പച്ചക്കറി ചെടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കൂടുതലുണ്ടാവുകയും അന്നേരം നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് മുൻകൂട്ടി കീട നിയന്ത്രണത്തിന് പ്രതിവിധി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ മഴ കൂടുമ്പോൾ ചെടികളിൽ കുമിൾ രോഗങ്ങൾ കൂടുന്നത് മൂലം നമ്മൾക്ക് ഈ ബുള്ളറ്റിൻ പ്രകാരം മുൻകൂട്ടി കുമിൾ രോഗ നിയന്ത്രണം സാധ്യമാകുന്നുണ്ട്. കൂടാതെ ചെടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകുന്നതിന്, അങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്, പണ്ടൊക്കെ നമ്മൾ വളക്കടക്കാരൻ പറയുന്നത് കേട്ടിട്ട് അനാവശ്യമായ വളപ്രയോഗം നടത്തി നമ്മുടെ ഭൂമി മലിനസമാകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ചെടികൾക്ക് ആവശ്യമായ ഭക്ഷണം, ഇലകൾക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, അല്ലെങ്കിൽ കായ്ക്ക് വിളവിലെ ബാധിക്കുന്നുണ്ട്, ഇതെല്ലാം അനുസരിച്ച് ആവശ്യമുള്ള ഭക്ഷണം കൃത്യമായ അളവിൽ നമ്മൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലാവസ്ഥ വകുപ്പിൻ്റെ കർഷക നിർദ്ദേശ ബുള്ളറ്റിൻ എല്ലാ കർഷകർക്കും വളരെ ഉപകാരപ്രദമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 100 മീറ്റർ ഉയരമുള്ള ഒരു പ്രദേശത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അന്നേരം ഏറ്റവും കൂടുതൽ ചൂടും ഈർപ്പക്കുറവും ഈ പ്രദേശത്ത് സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ മൾച്ചിങ് ചെയ്തിട്ടാണ് പരമാവധി കൃഷി ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. പ്രധാനമായിട്ടും പച്ചക്കറികളും പഴങ്ങളും, പാഷൻ ഫ്രൂട്ട്, റെഡ് ലേഡി, പപ്പായ മുതലായവ ഞാൻ കൃഷി ചെയ്യും. റെഡ് ലേഡി പപ്പായയ്ക്കാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു വിളയാണ്. ഈ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും കൃഷി ലാഭകരമാക്കാനും സാധിക്കുന്നുണ്ട്. തുടർന്നും ഈ ബുള്ളറ്റിൻ എല്ലാ കർഷകരിലേക്കും എത്തണമെന്നും ഇത് തുടർന്നു കൊണ്ടുപോകണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.